نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفثه بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار സഹോദരന്മാരെ, നമ്മൾ പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ്. സൂറത്തു ഖാഫ് കഴിഞ്ഞ ആഴ്ചയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅ്മതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. ഈ ആഴ്ചയിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള സൂറത്ത് 39-ാമത്തെ അധ്യായമാണ്. സൂറത്തു സുമർ. ബിളമ്മി സായി, ആദ്യാക്ഷരമായിട്ടുള്ള സായിന് ലമ്മ് കൊടുക്കണം. സു വഫത്ഹിൽ മീമി, മീമിന് ഫത്ഹ് കൊടുക്കണം. പിന്നെ റാ അത് ഇഅ്റാബിനനുസരിച്ചിരിക്കും. സൂറത്തു സുമർ എന്ന് പറയുമ്പോൾ ഹാദ തർകീബ് മുളാഫ് വ മുളാഫുൻ ഇലൈഹി, അതുകൊണ്ട് തന്നെ മജ്റൂറുൻ ബിൽ കസ്റ, അങ്ങനെയാണത് അപ്പോൾ വായിക്കേണ്ടത്. സൂറത്തു സുമരി. ഈ വാക്കിന്റെ അർത്ഥം അതൊരു ബഹുവചന പദമാണ്. സീഗത്തുൽ ജംഅ് വ മുഫ്രദുഹു സുംറത്തുൻ. മുഫ്രദുഹു സുംറത്തുൻ, അതിന്റെ ഏകവചനം സുംറത്താണ്. എന്താണ് സുംറത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? വസ്സുംറത്തു മഅനാഹു അൽ ജമാഅത്തു അവിൽ ഫൗജു. അൽ ജമാഅത്തു അവിൽ ഫൗജു. ഫൗജ് അല്ലെങ്കിൽ ജമാഅത്ത്, സംഘം, കൂട്ടം. ഇംഗ്ലീഷിൽ നമ്മൾ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ്
അറബിയിലുള്ള സുമ്രത്ത് ജംഉഹ സുമർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അവിടെ അഫ്വാജ് എന്ന് അല്ലാഹു പ്രയോഗിച്ചത് ബിമഅന അസ്സുമർ, ബിമഅന അസ്സുമരി, കൂട്ടങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഈ വാക്ക് നമ്മൾ സൗദിയിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ എഴുതി വെച്ചിട്ട് കാണും, തഫ്വീജ് അൽ ഹുജ്ജാജ്, ഹാജിമാരെ സംഘം സംഘമായിട്ട് പറഞ്ഞു വിടുന്ന സ്ഥലം. ഒരു അസംബ്ലി പോയിന്റ് ഉണ്ടാകും, അവിടുന്ന് പിന്നെ ഹജ്ജിന് സംഘം സംഘമായിട്ട് പറഞ്ഞാക്കും. ഒരു കൂട്ടം, ആ കൂട്ടർക്ക് പിന്നിൽ വേറൊരു കൂട്ടം, ഇങ്ങനെ സംഘം സംഘമായി പിറകിൽ വരുന്ന, പിറകിൽ പോകുന്ന കൂട്ടങ്ങൾ, ക്ലസ്റ്റേഴ്സ് എന്നാണ് അതിന്റെ വാക്കർത്ഥം. അത് ഖുർആനിലെ 39-ാമത്തെ അസ്സൂറത്തു അത്താസിഅത്തു വസ്സലാസൂൻ, 39-ാമത്തെ അധ്യായമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ബസ്മല, ബിസ്മി എന്ന് പറഞ്ഞ് നിർത്തരുത്. നമ്മൾ എപ്പോ പറയുകയാണെങ്കിലും ബിസ്മില്ലാഹ്, അല്ലെങ്കിൽ ഒറ്റവാക്ക് വേണമെങ്കിൽ ബസ്മല. ബിസ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ, ആരെ പേരില്? ജപ്പാനിലെ രാജാവിന്റെ പേരിലും അവർ ഇതേമാതിരി വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ അതേമാതിരി അവരവരുടെ രാജാവിന്റെ പേരിലാണൊക്കെ പറയുന്നത്. അപ്പൊ പേരിൽ, ആരെ പേരിൽ, അതിലേറ്റവും പ്രധാനം ആരുടെ പേരിൽ എന്നുള്ളതാണ്. അപ്പൊ ബിസ്മില്ലാഹ്, അള്ളാന്റെ പേരിൽ. ഈ ബസ്മല നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ബസ്മല ആയത്തുൻ മിൻ സൂറത്തിൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു വചനമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ബസ്മലയെ ഒരായത്തായിട്ട് എണ്ണുന്നത് കാണും. മറ്റ് അധ്യായങ്ങളിൽ സൂറത്തു ബറാഅ ഒഴിച്ച് മറ്റ് എല്ലാ അധ്യായങ്ങളുടെയും ആരംഭത്തിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ആ സന്ദർഭങ്ങളിൽ മറ്റു സൂറകളുടെ ആരംഭത്തിൽ വന്നിട്ടുള്ള ബസ്മല ആ അധ്യായത്തിലെ ഒരു വചനമായി എണ്ണയല്ല. അങ്ങനെയാണ് സാധാരണ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ മുഹഖ്ഖിഖുകളായ പലരും ഈ അഭിപ്രായക്കാരാണ്. അവരുടെ ഖൗൽ ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയ മിൻ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ട ഒരു വചനാണ്. പിന്നെ അത് എല്ലാ അധ്യായങ്ങളുടെയും ആരംഭത്തിൽ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് ഇനി തുടങ്ങാൻ പോകുന്ന അധ്യായത്തെ വേർതിരിക്കാനാണ്, അതിനു വേണ്ടിയാണ്. അല്ലാതെ അതിലെ ഓരോ സൂറത്തിലെയും ആയത്തല്ല. ഇതാണ് മുഹഖ്ഖിഖുകളിൽ ഇമാം ഷാഫിഈ അടക്കമുള്ള മഹാന്മാരായ ഇമാമുകളുടെയും മുഹഖ്ഖിഖുകളുടെയും ഖൗൽ ഇതാണ്. എന്നാൽ മറിച്ച് വളരെ ശക്തമായ അഭിപ്രായം തിരിച്ചുണ്ട്. ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മറിച്ചുള്ള അഭിപ്രായം പറയുന്ന ആളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ലൈസത്ത് ആയ ലാ ഫിൽ ഫാത്തിഹ വലാ ഫി അയ്യിൻ മിനൽ സുവരിൽ ഖുർആനിയ്യ, സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ട ആയത്തുമല്ല, മറ്റൊരു അധ്യായത്തിലെയും ആയത്തല്ല എന്നാണ് മൂപ്പർ പറയാറുള്ളത്. പിന്നെ അത് ഓരോ അധ്യായത്തിന്റെയും മുന്നിൽ വന്നിട്ടുള്ളത് ആ അധ്യായത്തെ അതിന്റെ മുമ്പുള്ള അല്ലെങ്കിൽ പിമ്പുള്ള അധ്യായത്തിൽ നിന്ന് വേർതിരിക്കാനാണ്. അങ്ങനെ വേർതിരിക്കാൻ കൊണ്ടുവന്നു എന്നല്ലാണ്ട് അത് ഒരു സൂറത്തിലെയും ആയത്തായിട്ട് പരിഗണിക്കൂല, സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തായിട്ടും പരിഗണിക്കൂല എന്നുള്ള ഖൗലിലാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന ആയത്ത് തെളിവുകൾ വെച്ച് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്
ആയത്തുൻ മിനൽ ഫാത്തിഹ. ആയത്തുൻ മിനൽ ഫാത്തിഹ, ഫാത്തിഹയിൽ നിന്നുള്ള ആയത്താണ്. ഇവിടെ അത് വന്നത് സൂറത്തു സുമറിന്റെ തുടക്കത്തിൽ അത് വന്നിട്ടുള്ളത് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അധ്യായത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാനാണ്. ഒരു സൂറത്തിനെ മറ്റൊരു സൂറത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ അതിന്റെ വാചകങ്ങള് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അപ്പൊ അത് വിശദീകരിച്ചിട്ട് നമ്മളെ സമയം ഇനി രണ്ടാമത് നഷ്ടപ്പെടുത്തണ്ട. ഈ സന്ദർഭത്തില് സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ ബസ്മല വിശദീകരിച്ചതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ വിശദീകരിച്ചതോ വേണമെങ്കിൽ ആ ഭാഗം ഒരിക്കൽ കൂടി കേട്ടാൽ അതൊക്കെ ഒന്നും കൂടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹിന്റെ നാമത്തിലാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ഇത് മുഹമ്മദ് നബിയുടേതല്ല, ജിബ്രീലിന്റേതല്ല, മറ്റേതെങ്കിലും ഇനി പിന്നീട് പാരായണം ചെയ്യുന്നവരുടേതല്ല. അവരൊക്കെ അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റേതാണ്. ഇത് അള്ളാഹുവിന്റേതാണ്. അള്ളാഹു വചിച്ച, അവൻ സംസാരിച്ച, അവൻ വചിച്ചിട്ടുള്ള അവന്റെ കലാമാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകി, സംസാരിച്ചു. മുഹമ്മദ് ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം അത് എന്ത് ചെയ്തു? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. അത് ജിബ്രീൽ സംസാരിച്ചാലും മുഹമ്മദ് നബി സംസാരിച്ചാലും മുഹമ്മദ് നബി പാരായണം ചെയ്ത് തന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ ആര് സംസാരിച്ചാലും അതെല്ലാം അള്ളാഹുവിന്റെ വചനം അവർ ചൊല്ലുക മാത്രമാണ്. വചനം അള്ളാഹുവിന്റേതാണ്. ഈ കാര്യം ഉണർത്തുകയാണ്. ബിസ്മില്ലാഹ്, ഇത് അള്ളാന്റെ പേരിലാണ് കേട്ടോ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് എന്റേതല്ല. മുഹമ്മദ് നബി പറയുന്നു, ജിബ്രീൽ പറയുന്നു, എന്റേതല്ല. നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുമ്പോൾ അസർട്ടൈൻ ചെയ്യുന്നു, ഇതാരുടേതുമല്ല, അള്ളാഹുവിന്റെ പേരിലാണ്, അവന്റെ വചനമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ മഹത്തായ നാമം അത് ചൊല്ലിയിട്ടാണ്, അത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി അബ്തദി എന്ന് പറയുമ്പോ ആ ബിസ്മില്ലാ എന്ന് പറയുന്ന തബറുക്ക് കിട്ടുന്നു. വൽ ബാഉ ലിൽ ഇസ്തിആന, ബാ ഇസ്തിആനത്തിന് വേണ്ടിയാണ്, സഹായാർത്ഥനക്ക് വേണ്ടിയാണ്. സഹായം ഏതു തരത്തിലുള്ള സഹായമാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നു തന്നെ വരണം, മറ്റൊരാളിൽ നിന്നും വരില്ല. അത് അവനോട് തന്നെ ചോദിക്കണം, മറ്റൊരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല. അത് ഭൗതികമാകട്ടെ ഭൗതികേതരമാകട്ടെ അങ്ങനെയുള്ള ഒരു വേർതിരിവ് അതിലില്ല. അള്ളാഹുവിനോട് നമ്മൾ സഹായം അർത്ഥിച്ചാൽ അള്ളാഹു നമുക്കത് നിറവേറ്റിത്തരും. അതിന് അള്ളാഹുവിന് അവന്റേതായ സുന്നത്തുകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്, ചര്യകളുണ്ട്. ആ നടപടിക്രമങ്ങളിൽ ചിലത് അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരാം. അത് നിറവേറ്റിത്തരുന്നതിന് അള്ളാഹു ചില സാമഗ്രികളെയും ചില ഉപകരണങ്ങളെയും ചില കാരണങ്ങളെയും അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം. അത് അവന്റെ കൽപ്പനയാണ്. അതാണ് അത്തസബ്ബുബ്, സബബ് സ്വീകരിക്കുക എന്നുള്ളത്, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള കാരണം സ്വീകരിക്കുക എന്നുള്ളത്. ഒരു കുട്ടിയെ കിട്ടണം എങ്കിൽ അള്ളാഹിനോട് തന്നെ ചോദിക്കണം. അള്ളാഹിനോടാണ് സഹായം അർത്ഥിക്കുന്നത്. അതേസമയത്ത് അള്ളാഹു നമുക്കൊരു സന്താന സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സബബ് അത് വിവാഹമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തസവ്വജു വൽ വദൂദൽ വലൂദ്, നിങ്ങൾ വിവാഹം ചെയ്യണം. ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? അൽ വദൂദ് അൽ വലൂദ്, നന്നായി സ്നേഹിക്കാൻ പറ്റുന്ന, നന്നായി പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ. അത് സബബാണ്. നന്നായി പ്രസവിക്കുമെന്ന് കണക്കാക്കിയ ഒരു സ്ത്രീയെ, നന്നായി സ്നേഹിക്കുന്നുവെന്ന് കണക്കാക്കിയ ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം ചെയ്തു. നമ്മള്
അതുകൊണ്ട് കുട്ടീനെ കിട്ടൂല. കുട്ടീനെ കിട്ടണമെങ്കിൽ അള്ളാഹ് തന്നെ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ ഈ സബബ് നമുക്കത് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. ആ സബബിലൂടെ അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. ഇതൊരു വലിയ ആശയമാണ്, ഒരു വലിയ ആശയമാണ്. ഇത് 70 വർഷം തൗഹീദ് പ്രബോധനം ചെയ്തിട്ടും കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് മനസ്സിലാവാത്ത, ദഹിക്കാത്ത ഒരു കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉടനീളം ആവർത്തിച്ചു ഉപന്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ശൈഖുൽ ഇസ്ലാമിനെയൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉദ്ധരിക്കല്ലാതെ എന്താണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് എന്ന് ഇവരാരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഇവരുടെ സംസാരം കേട്ട. അപ്പോ ആവട്ടെ, ഇവിടെ അള്ളാഹിനോട് സഹായം ചോദിക്കാനാണ്. അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല ചൊല്ലിക്കൊണ്ടാണ് അവനോട് സഹായം ചോദിക്കുന്നത്. അവന്റെ ആ മഹത്തായ നാമം ചൊല്ലുന്നത് അത് നമുക്ക് ബർക്കത്താണ്, തബറുക്കാണ്. പിന്നെ അള്ളാഹിന്റെ പേരിൽ ഇസ്മുൽ ജലാല, പിന്നെ അള്ളാഹുവിന്റെ 2 നാമങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹ്ക്ക് ഖാസ്സായ നാമം റഹ്മാൻ, റഹ്മാനായ അള്ളാഹു റഹ്മത്തിൽ നിന്നുള്ളതാണ്. അത് അവന്റെ വസ്ഫിലേക്ക്, സിഫത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. റഹ്മത്ത് എന്ന സിഫത്തിലേക്ക് അതിൽ ധ്വനിപ്പിക്കുന്നത് അസ്സഅതു വൽ ഇംതിലാ. റഹ്മത്ത് എന്ന് പറയുന്ന ഗുണം അത് വളരെ സമൃദ്ധമാണ്. അത് മുഴുവൻ റഹ്മത്തിന്റെയും ഉടമയായിട്ടുള്ളവനാണ്. അത് വസ്ഫിലേക്ക്. റഹീം എന്ന് പറയുന്ന പേര് അള്ളാഹ്ക്ക് ഉപയോഗിക്കും, അള്ളാഹു അല്ലാത്തവർക്കും ആ വാക്കുപയോഗിക്കും. ഭാഷയുടെ പ്രയോഗരീതി അങ്ങനെയാണ്, അതിന്റെ പരിമിതി അങ്ങനെയാണ്. ആ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ അത് വേറുള്ളവർക്ക് ഉപയോഗിക്കും, അള്ളാഹുവിന് ഉപയോഗിക്കും. പക്ഷെ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന മഅന അത് വ്യത്യസ്തമാണ്, തമ്മിൽ താരതമ്യം പോലും ഇല്ലാത്തതാണ്. അത് റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഫിഅലുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് അള്ളാഹുവിന്റെ വസ്ഫുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇത് അള്ളാഹിന്റെ ഫിഅലുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു മുഴുവൻ റഹ്മത്തിന്റെയും ഉടമയാണ്, സമൃദ്ധമായ റഹ്മത്തിന്റെ ഉടമയാണ്. എന്നാ റഹീം, ആ റഹ്മത്ത് അവന്റെ അടിയാറുകൾക്ക്, അവന്റെ സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നവനാണ്. അങ്ങനെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരിൽ, അവന്റെ പേര് ചൊല്ലി അവനോട് സഹായം ചോദിച്ച്, ആ പേര് ചൊല്ലുമ്പോൾ ബർക്കത്ത് തേടി, ഞാൻ അള്ളാന്റെ പേരിലാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്, അങ്ങനെയാണ് ജിബ്രീൽ ഇത് ചൊല്ലിക്കൊടുക്കുന്നത്, അങ്ങനെയാണ് മുഹമ്മദ് നബി ഇത് ചൊല്ലിത്തരുന്നത്, അങ്ങനെയാണ് നമ്മൾ ഇത് ആവർത്തിക്കുന്നത്. ഇനി ഒരായത്തിലേക്ക് നമുക്ക് പോകാമെന്ന്. ഇന്ന് കൂടുതൽ നമ്മൾ പറയുന്നില്ല. ഈ സൂറത്തിന്റെ പ്രത്യേകത സൂറത്തുൻ മക്കിയ, ഐ നസലത് ഖബ്ല അൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള അധ്യായങ്ങളുടെ കൂട്ടത്തിലാണ് സൂറത്തു സുമർ ഉൾപ്പെടുക. വഅദദു ആയാതിഹ 75, അതിൽ വന്നിട്ടുള്ള ആയത്തുകൾ 75 ആയത്തുകളാണ് വന്നിട്ടുള്ളത്. 75 ആയത്തുകളുള്ള മക്കി കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. പിന്നെ ചില റിവായത്തുകളൊക്കെ തഫ്സീറുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരായത്ത് മദനിയത്താണ്. ഏതാണ് ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ എന്ന് പറഞ്ഞിട്ട് ചില റിവായത്തുകൾ തഫ്സീറിൽ കാണും. ചില തഫ്സീറുകളിൽ കൊടുത്തു കാണും 2 ആയത്തുകൾ ഒഴികെ. ഏതാണ് ഈ രണ്ടാമത്തെ ആയത്ത്? രണ്ടാമത്തെ ആയത്ത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്ന് പറയുന്ന ആയത്തും, അതുപോലെ തന്നെ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്ന് പറയുന്ന ആയത്തും അത് നസലത ബിൽ മദീന, മദീനയിൽ വെച്ച് അവതരിച്ചതാണ് എന്ന് പറയും. അല്ല, ചില അഖ്വാലുകളിൽ മുഫസ്സിറുകളിൽപ്പെട്ട ചില ആളുകൾക്ക് ഇങ്ങനെ വരെ ഖൗലുണ്ട്, 7 ആയത്തുകളോളം. ഇതിലെ നേരത്തെ പറഞ്ഞ 2 ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ചില ആയത്തുകൾ, 5 ആയത്തുകളും അടക്കം മൊത്തം 7 ആയത്തുകൾ
നസലത്ത് ബിൽ മദീന. പക്ഷെ മൊത്തത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള മക്കിയായ ഒരു അധ്യായം, അതിൽ ഇന്ന ആയത്ത് അല്ലെങ്കിൽ ഇന്ന ആയത്തുകൾ മദനീയത്താണ്, മദീന കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്ന് ഇസ്തിസ്നാ ചെയ്യണമെങ്കിൽ ലാബുദ്ദ അൻ യകൂന ലഹു ദലീലുൻ യുസ്തനദു ഇലൈഹി, അവലംബിക്കാവുന്ന ഒരു തെളിവ് അതിന് വേണം. എന്ന് വെച്ചാൽ കുറ്റം തികഞ്ഞ ശരിയായ നിലക്ക് ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഒരു തെളിവ് വേണം. അങ്ങനെ കൗലുകളുണ്ട് എന്നല്ലാണ്ട് കുറ്റം തീർന്ന രൂപത്തിൽ തെളിയിക്കാൻ പറ്റുന്ന അവലംബിക്കാവുന്ന ഒരു തെളിവ് അതിനില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അക്വാലുകളുണ്ട്, അത് അക്വാലുകളാണ്, അതിന് അവയുടെ വില മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു അക്വാലിനപ്പുറം കുറ്റം തീർന്ന സനത് ഉള്ള ഒരു കൗലല്ല. അതുകൊണ്ട് അത് മക്കീയത്താണ്. എന്നാൽ ഒന്നോ രണ്ടോ ആയത്തുകൾ മദനീയത്താണെന്ന് അക്വാലുകളുണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. ഈ സൂറത്തിന്റെ സ്ഥിതി ചോദിക്കുകയാണെങ്കിൽ മക്കീയത്തുൻ. എത്ര ആയത്തുകളുണ്ട്? 75 ആയത്തുകളുണ്ട്. ഇത് മക്കീയത്താണ് എന്ന് പറയുമ്പോൾ തന്നെ അക്വാലുകളുണ്ട്. അതിൽ ഒരായത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് അല്ലെങ്കിൽ 7 ആയത്തുകളോളം മദനീയത്താണ് എന്ന്. അക്വാലുണ്ട് എന്ന് പറയുമ്പോഴേ കാര്യം തലക്ക് പിടിക്കണം. അതൊരു ഖൗലാണ്. എന്നാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത വിധം കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദലീലല്ല. ഖൗലിന് ഖൗലിന്റെ വിലയുള്ളൂ എന്നത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ പറയുന്നത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. തൻസീൽ റിവലേഷനാണ്, അവതരണമാണ്. എന്താണ് അവതരിപ്പിക്കുന്നത്? എന്താണ് ഇറക്കുന്നത്? അൽ കിതാബ്, കിതാബിന്റെ അവതരണമാണിത്. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ അവതരണം മിനല്ലാഹി, ആരിൽ നിന്നുള്ളതാണ്? അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ അവതരണം. അപ്പൊ ഈ ഗ്രന്ഥം, അതിന്റെ അവതരണം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു അസീസും ഹക്കീമുമായവനാണ്. അപ്പൊ ഇത് തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്. ഖുർആൻ കലാമുല്ലാഹ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണ്. അത് മുനസ്സലാണ്, തൻസീൽ, അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല, അവന്റെ വചനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വചനം എന്ന് പറയുമ്പോ അള്ളാഹുവിന് ലഹു സിഫത്തുൽ കലാം വഹുവ മുത്തസിഫും ബിൽ കലാം. കലാം എന്ന് പറയുന്ന വിശേഷണം അള്ളാഹ്ക്കുണ്ട്. ആ വിശേഷണം ഉള്ളത് കൊണ്ട് തന്നെ യതകല്ലമു ബിമാശാ വമതാശാ വകൈഫശാ വലിമൻശാ. അവൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന വിധേയന ഉദ്ദേശിക്കുന്നവരോട് അവൻ വചിക്കുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇതില് അൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. കിതാബ് ഫിആൽ എന്ന് പറയുന്ന വസ്ന് ബിമഅന അൽ മഫ്ഊൽ, ബിമഅനൽ മഫ്ഊൽ. കിതാബ് ഫിആൽ എന്നുള്ള വസനില് ഒരു വാക്ക് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം വരിക മഫ്ഊലിന്റെ അർത്ഥാണ് വരിക. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തൂബ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. എഴുതപ്പെട്ടത്, ലിഖിതം. എഴുതപ്പെട്ടതിനാണ് നമ്മൾ നല്ല മലയാളം ലിഖിതം എന്നാണ് പറയാ. അത് ലിഖിതാണ്, ലിഖിത രൂപത്തിലുള്ള. ഇത് എന്തുകൊണ്ടാണ് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ലിഖിത രൂപത്തിലുള്ളത് എന്നതിന് പേര് അള്ളാഹു ഉപയോഗിക്കുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫി ഗൈരി മആയ. ഒന്ന്, ഖുർആൻ എന്ന് പറയുന്നത് മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂൽ. ലൗഹുൽ മഹ്ഫൂളിൽ, ഉമ്മുൽ കിതാബിൽ
എഴുതപ്പെട്ട് കിടപ്പുള്ള കാര്യമാണ്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മക്തൂബ് എന്ന അർത്ഥത്തിൽ കിതാബ്, അൽ കിതാബ് എന്നതിന് പേര് വന്നു. രണ്ടാമത്തേത് ലൗഹിൽ എഴുതപ്പെട്ടതുപോലെ തന്നെ മക്തൂബുൻ ഫിസ് സുഹുഫ്, ഏടുകളിൽ എഴുതപ്പെട്ടതാണ്. ഏടുകളിൽ എഴുതപ്പെട്ടതാണ്. ഏത് ഏടുകളിൽ? ഇൻദൽ മലായിക, മലക്കുകളുടെ കൈവശമുള്ള ഏടുകളിൽ എഴുതപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പിന്നെ അത് പകർത്തിയത് സുഹുഫുകളിൽ പകർത്തി എഴുതിയിട്ടുണ്ട്. ആ സുഹുഫുകൾ ഫീ സുഹുഫിൻ മുകറമത്തിൻ മർഫൂഅത്തിൻ മുതഹ്ഹറത്തിൻ ബിഐദി സഫറത്തിൻ കിറാമിൻ ബററ. അത് ഫീ സുഹുഫിൻ മുകറമ, സമാദരണീയമായ ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ളതാണ്. മർഫൂഅത്തിൻ മുതഹ്ഹറ, അത് ഉയർത്തപ്പെട്ടതാണ്. മുതഹ്ഹറ, പരിശുദ്ധമാക്കപ്പെട്ടതാണ്. ബിഐദി സഫറ, അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളുടെ കൈകളിലുള്ളതാണ്. കിറാമിൻ ബററ, അവർ എന്ന് പറഞ്ഞാൽ ആദരണീയരും പുണ്യവാന്മാരുമായിട്ടുള്ള മലക്കുകളാണ്. ആ മലക്കുകളുടെ കൈവശമുള്ള ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഖുർആൻ മക്തൂബ എന്ന് പറഞ്ഞ എവിടെ എഴുതിയത്? അവലൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, സാനിയൻ ഫിസ് സുഹുഫി ഇൻദൽ മലായിക, മലക്കുകളുടെ കൈവശമുള്ള സുഹുഫുകളിൽ, ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ്. പിന്നെ വസ്സുഹുഫ് അല്ലദീ ബൈന ഐദീന, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ഏടുകളിൽ. ഇപ്പൊ നമ്മള് ഡിജിറ്റലി അത് എഴുതിയത് നിങ്ങളുടെ മുന്നിലുണ്ട്. ചിലരുടെ കയ്യിലൊക്കെ തന്നെ അതിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി അതും ഉണ്ട്. അപ്പൊ നമ്മുടെ കൈവശമുള്ള ഏടുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. മലക്കുകളുടെ കൈവശമുള്ള ഏടുകളിൽ അത് രേഖപ്പെട്ട് കിടപ്പുണ്ട്. അതിനെല്ലാം മുമ്പേ അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത്, ഉല്ലേഖനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് കിതാബ് എന്ന് പറയുന്നത്. ആ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ളത്, ആ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ള ആ വചനം, ആ ഗ്രന്ഥം, അത് അള്ളാഹു വചിച്ചു, ജിബ്രീലിനോട് വചിച്ചു. ജിബ്രീൽ അതുമായിട്ട് നസല ബിഹി, അതുമായിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നു. എങ്ങോട്ട് ഇറങ്ങി വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് അതുമായിട്ട് ഇറങ്ങി വന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. സമാനമായ വചനം സൂറത്തു ശുഅറയിൽ അള്ളാഹു കൊടുത്തു നോക്കൂ. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു ഇറക്കിയിട്ടുള്ളതാണ്. ആരിറക്കിയത്? റബ്ബുൽ ആലമീൻ, ലോകരുടെ റബ്ബായ, ഖാലിഖായ, മാലിക്കായ, മുദബ്ബിറായ അള്ളാഹു തൻസീൽ നടത്തിയതാണ്. അത് അള്ളാഹു ഇറക്കിയത് എങ്ങനെയാണ്? നസല ബിഹി അർറൂഹുൽ അമീൻ, റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതുമായിട്ട് ഇറങ്ങി വന്നത്. എങ്ങോട്ടാണ് ഇറങ്ങിയത്? അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കളുടെ ഹൃദയത്തിലേക്കാണ് വന്നിട്ടുള്ളത്, മുഹമ്മദ് നബിയുടെ ഹൃദയത്തിലേക്ക്. ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കൾ മാലോകർക്ക് താക്കീത് നൽകുന്നവനായിരിക്കുന്നതിനു വേണ്ടി. അള്ളാഹു അവന്റെ ഈ വചനത്തെ ഏത് ഭാഷയിലാണ് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത്? ബിലിസാനിൻ അറബിയിൻ മുബീൻ, ഒരു ഭാഷ, അത് അറബിയാണ്, സ്ഫുടമായ ഭാഷയാണ്. മുബീൻ, കാര്യങ്ങൾ വകതിരിച്ച് വ്യവച്ഛേദിച്ച് വ്യക്തമാക്കാൻ ഉതകുന്ന സുന്ദരമായ അറബി ഭാഷയിലാണ്. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞു വഇന്നഹു ലകിതാബുൻ അസീസ്, തീർച്ചയായും അത് കിതാബാണ്, ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ള, ലിഖിത രൂപത്തിൽ കിടപ്പുള്ള കാര്യമാണ്. അസീസ്, അത് അസീസായ ഗ്രന്ഥമാണ്, അജയ്യമായ ഗ്രന്ഥമാണ്. അതിനെ ഒരു തരത്തിലും അതിനെ മറികടക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യം എന്നൊരു വാക്ക് തൽക്കാലം പറയാം, പിന്നെ നമുക്ക് വിശദീകരിക്കാം. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ബാത്തില് വരാനേ പോകുന്നില്ല,
മുന്നിലൂടെയോ പിന്നിലൂടെയോ ബാത്തില് വരില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹക്കീമും ഹമീദുമായ അള്ളാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞു. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മക്തൂബ് എന്നാണ്. ആ വസന അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഖുർആനിലെ മക്തൂബ് എന്ന് പറയുന്നത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ളതിനാലാണ്. പിന്നെ അത് മലക്കുകളുടെ കൈവശമുള്ള സുഹുഫുകളിൽ രേഖപ്പെട്ട് കിടപ്പുള്ളതിനാലാണ്. പിന്നെ നമുക്ക് തന്ന, മനുഷ്യർക്ക് തന്നിട്ടുള്ളതിൽ, നമ്മുടെ ഏടുകളിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുള്ളതാണ്. അള്ളാഹുവിന്റെ വചനം അത് ഒരാള് ശബ്ദത്തിലൂടെ പാരായണം ചെയ്താലും ഒരാൾ ലിപിയിലൂടെ എഴുതിയാലും അത് അള്ളാഹുവിന്റെ വചനമാണ്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇറക്കിയതാണ് ബിസൗത്തിൻ വഹർഫിൻ, ശബ്ദത്തോടു കൂടിയും ലിപിയോടു കൂടിയും. അത് കലാമുല്ലാഹ് മുനസ്സൽ ഗൈറു മഖ്ലൂഖ്. ഇതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസുൽ ഹക്കീം, മിനല്ലാഹിൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ അള്ളാഹുവിങ്കൽ നിന്ന്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അള്ളാഹ് എന്ന് പറയുന്നത് ഇസ്മുൽ ജലാല നമുക്കറിയാം. ദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അലാ ഖൽഖിഹി അജ്മഈൻ, അവനാണ് അൽ ഇലാഹ് വഹുവൽ മഅ്ലൂഹ് വഹുവൽ മഖ്സൂദ്. അവന് യാതൊരുവനാണോ ഉബൂദിയ്യത്തിന്, മുഴുവൻ സൃഷ്ടികൾ, അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ സൃഷ്ടികളും, മനുഷ്യരാകട്ടെ, ജിന്നുകളാകട്ടെ, മലകളാകട്ടെ, ആകാശങ്ങളാകട്ടെ, ഭൂമികളാകട്ടെ, ജീവനുള്ളതാകട്ടെ, ജീവനില്ലാത്തതാകട്ടെ, സകലമാന സൃഷ്ടികളും അടിമപ്പെടേണ്ട സകലമാന സൃഷ്ടികളും ആരാധന അംഗീകരിച്ച്, ആരാധ്യത അംഗീകരിച്ച് ആരാധിക്കാൻ വഴിപ്പെടാൻ തരപ്പെട്ടിട്ടുള്ളവനാരോ അവനാണ് അല്ലാഹ്. അല്ലാഹ് എന്നുള്ള വാക്ക് അത് മുഷ്തഖാണ് എന്നതാണ് മുഹഖഖായ ഖൗല്. ജാമിദാണ് എന്നുള്ളൊരു ഖൗലുണ്ട്, അത് ഖൗലുൻ മർജൂഹ്. വൽ ഖൗലു റാജിഹ് അന്നൽ കലിമത്തു ഇസ്മിൽ ജലാല, അല്ലാഹ് മുഷ്തഖാണ്. അത് മഅ്ലൂഹ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിന് നൽകിയ വിശദീകരണം മല്ലഹുൽ ഉലൂഹിയ്യത്തു വൽ ഉബൂദിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ സൃഷ്ടികളും അടിമപ്പെടാനും ആരാധ്യത അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും തരപ്പെട്ട, അതിന് അവകാശപ്പെട്ടവനാരോ അവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ വാക്കിന്റെ ശക്തി അതറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അള്ളാഹ് എന്ന ആ വചനത്തിന്റെ ശക്തി അറിയുമായിരുന്നുവെങ്കിൽ, എന്നാ ഇന്നിവിടെ കാണുന്ന ഒരു പ്രശ്നങ്ങളും അതിലുണ്ടാകുമായിരുന്നില്ല. അപ്പൊ അനങ്ങിയാലുണ്ടല്ലോ, അത് ജിന്നാണ്, ശൈത്താനാണ്, എനിക്ക് സിഹർ ചെയ്തു, ഞാൻ ഒന്നും കുരുത്തം പിടിക്കണില്ല, ബിസിനസ് ഒന്നും പിടിക്കണില്ല, ജോലിയൊന്നും ശരിയാണില്ല, കുടുംബത്തിന് സമാധാനമില്ല, അങ്ങനെ 400 കൂട്ടം പരാതികളുമായി നടക്കുന്ന ആൾക്കാർ ഇല ഇളകിയാല് ജിന്നാണെന്നും പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിച്ചുകൊണ്ട് വന്നിട്ട് പല ജാതി പണികളും ചെയ്യുന്ന പല ആളുകളുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെ അള്ളാഹ് എന്ന് പറയുമ്പോ താൻ ഉച്ചരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ശക്തി എന്താണ്, അത് എങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയാണ് മനുഷ്യരല്ലാത്ത സൃഷ്ടികളിൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ ശക്തി എത്ര എന്നറിഞ്ഞിരുന്നുവെങ്കിൽ കഴിഞ്ഞു. ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ, ഏത് മാടമ്പി വന്നിട്ടും കാര്യമല്ല, ഏത് കരുത്തൻ വന്നിട്ടും കാര്യമല്ല, ഏത് നല്ല വന്നിട്ടും കാര്യമല്ല. അള്ളാഹ് എന്നുള്ള വചനം, അവന്റെ വചനം, ആ പേര്, അവന്റെ വചനങ്ങൾ, അതിനെ മറികടക്കാൻ ഒരാൾക്കുമേ സാധ്യമല്ല. ആ വചനം ചൊല്ലുന്ന ഒരാൾ പിന്നെ ആരെ പേടിക്കണം? അള്ളാഹ് എന്നുള്ള വാക്ക് നമ്മുടെ നാവിൽ വന്നാൽ, മനസ്സിൽ വന്നാൽ, നാവിൽ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അവിടെ നിൽക്കാൻ കഴിയാതെ ഓടേണ്ടി വരുന്ന, ഉരുകിയൊലിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള ജിന്നുകളെ പേടിക്കണോ? ഒരിക്കലും പേടിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഈ വാക്കിന്റെ അല്ലെങ്കിൽ ഈ ഇസ്മിന്റെ, ഇസ്മുൽ ജലാലയുടെ മഹത്വം, അളമത്തറിയാത്ത, അതിന്റെ ശക്തി അറിയാത്ത, അതിന്റെ പ്രവർത്തന ശേഷി അറിയാത്ത മണ്ടന്മാരായതുകൊണ്ടാണ് നമ്മൾ പേടിക്കേണ്ടി വരുന്നത്. അൽ അസീസ് അൽ ഹക്കീം, അള്ളാഹിനെ കുറിച്ചിട്ട് പറഞ്ഞു അവൻ അസീസാണ്, അവൻ ഹക്കീമാണ്. അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകൂടി നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നതാണ്,
ഇസ്സത്ത് എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒന്ന് അൽ ഗലബത്തു. നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കുന്നവർ എഴുതണം. ഗലബത്ത് അൽ അസീസു വഹുവൽ ഗാലിബ്, മറ്റെല്ലാവരെയും അതിജയിക്കുന്നവൻ. അപ്പൊ ഗലബത്ത് എന്ന് പറയുന്ന ഒരാശയം ഇസ്സത്തിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്, അസീസിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അപ്പൊ അൽ അസീസ് എന്ന് പറഞ്ഞാൽ വഹുവൽ ഗാലിബ്, അതിജയിക്കുന്നവൻ. രണ്ടാമത്തത് അൽ ഖുവ്വത്തു. അൽ ഖുവ്വത്തു ശക്തിയാണ്, ശക്തി, വളരെ ശക്തിയുള്ളവനാണ്. ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദുൽ ഖുവ്വത്തിൽ മതീൻ, ആ ഖുവ്വത്തുള്ളവനാണ്. മൂന്നാമത്തേത് അൽ ഇംതിനാ, അള്ളാഹ് വിജയിക്കും, അള്ളാഹ് വളരെ ശക്തിയുള്ളവനാണ്, ഗാലിബാണ്, ഖുവ്വത്തുള്ളവനാണ്. അവൻ ഇംതിനാ, ആർക്കും അള്ളാഹുവിനെ അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശക്തിയും അള്ളാഹ്ക്കുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അസീസ്. അപ്പൊ അസീസായ അള്ളാഹുവിൽ നിന്ന്, അത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതായ സിഫത്ത് അൽ ഇസ്സത്താണ്. ഇസ്സത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അൽ ഗലബത്തു വൽ ഖുവ്വത്തു വൽ ഇംതിനാഉ വൽ ഇത്ഖാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അൽ ഹക്കീം, ഹക്കീമാണ്. ഹക്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹുൽ ഹുക്മു വൽ ഹിക്മ. ഹക്കീം എന്നുള്ളത് ഹുക്മിൽ നിന്ന് വരും, ഹിക്മത്തിൽ നിന്ന് വരും. ഹുക്മ് എന്ന് പറഞ്ഞാൽ അധികാരം, അധീശത്വം, അത് അല്ലാഹ്ക്കാണ്. അത് ഫിസ്സമാവാതിൽ ഉല, ഉന്നത ലോകങ്ങളിൽ, ഉയർന്ന ലോകങ്ങളിൽ, അതുപോലെ തന്നെ ഫിൽ അവാലിമി സുഫ്ലി, കീഴ്ലോകങ്ങളിലും ഭാഗങ്ങളിൽ, ഭൂമി പോലുള്ള കീഴ്ലോകങ്ങളാകട്ടെ, ആകാശങ്ങൾ പോലുള്ള മേൽലോകങ്ങളാകട്ടെ, ഉപരിലോകങ്ങളാകട്ടെ, എല്ലായിടത്തെയും പൂർണ്ണമായ അധികാരം അവനാണ്. അവന് ഹുക്കുമുണ്ട്. പിന്നെ അവൻ ഹക്കീമാണ്. ഹക്കീം എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്താണോ ആകേണ്ടത്, ചെയ്യേണ്ടത്, കുറ്റമറ്റതായി തീരേണ്ടത്, അത് ആ വിധത്തിൽ ചെയ്യുന്നവനാണ്. അത് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ ഫി ശർഇഹി വ ഫി ഖദരിഹി. അല്ലാഹുവിന്റെ വാക്കുകളിൽ അവൻ ഹക്കീമാണ്, അവന്റെ അഫ്ആലുകളിൽ, അവന്റെ ചെയ്തികളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഹക്കീമാണ്. അതുപോലെ തന്നെ വഫി ശറഇഹി, അവൻ നമുക്ക് നിശ്ചയിച്ചു തരുന്ന ശറഇൽ അവൻ ഹക്കീമാണ്. വഫി ഖദരിഹി, അള്ളാഹു കണക്കാക്കുന്ന അവന്റെ ഖദാഇകളിൽ, അവന്റെ ഖദറുകളിൽ അവൻ ഹക്കീമാണ്. ആ ഹിക്മത്ത് ഉണ്ടാകുമ്പോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും ഒരു ഹലല്, ഒരു എന്തെങ്കിലും മിസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സംഗതി കാണാൻ കഴിയില്ല. മറിച്ച് അപ്രോപ്രിയേഷൻ, ഓരോ സംഗതിയും എങ്ങനെയാണോ ആകേണ്ടത് അതേമാതിരി, അതാണ് ഹിക്മത്ത്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഹിക്മത്ത്, അവനെ ഹിക്മത്തുണ്ട്, അവന്റെ ഹിക്മത്തോട് കൂടി എന്ന് പറഞ്ഞാൽ അവൻ ആ കാര്യം ചെയ്യുമ്പോൾ അത് വെറുതെ ചെയ്തതല്ല, സ്വോദ്ദേശപരമാണ് എന്നും, ആ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അതിനെ പെർഫെക്റ്റ് ആയിട്ട് വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത വിധം, ചെയ്യേണ്ട തരത്തിൽ, വിധത്തിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളവനുമാണ്. അത് ഏത് കാര്യമാണെങ്കിലും അവനുമായി ബന്ധപ്പെട്ട ഫി അഫ്ആലിഹി വ അഖ്വാലിഹി, അഫ്ആലിലും അഖ്വാലിലും വഫി ശർഇഹി വഫി ഖദരിഹി, എല്ലാ കാര്യത്തിലും അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, ഇവിടെയായിരുന്നു എന്ന് അല്ലാഹ്. അതുകൊണ്ടാണ് തുമ്മർജിഉൽ ബസറ കറത്തൈൻ യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. നീ ഈ ആകാശഭൂമികളിൽ അള്ളാഹുവിന്റെ ഇത്രയും വിപുലമായ പരന്നു കിടക്കുന്ന ആകാശങ്ങളിലേക്ക്, അവന്റെ സൃഷ്ടിപ്രപഞ്ചങ്ങളിലേക്ക് കണ്ണു പായിക്കൂ. എന്നിട്ട് നീ നോക്ക്, അവിടെ എവിടെങ്ങാനും എന്തെങ്കിലും ഒരു വൈകല്യം നിനക്ക് കാണാൻ പറ്റുമോ എന്ന്. ഒന്നും കാണാൻ കഴിയില്ല. വീണ്ടും നീ നോക്ക്, സുമ്മർജിഉൽ ബസറ കറത്തൈൻ, രണ്ടാം തവണയും നീ നിന്റെ കണ്ണുകൾ മടക്കുക. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ, നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. ഖാസിഅൻ, പരാജയപ്പെട്ടിട്ട്, വഹുവ ഹസീർ, ഒരു കുറ്റം, ഒരു കുറവും കാണാൻ കഴിയില്ല. അപ്പൊ അന്യൂനമായി, യാതൊരു കുറ്റമോ കുറവോ ഇല്ലാതെ
ഏതൊരു കാര്യവും അതിന്റെ കൃത്യത്തിൽ ചെയ്യുന്നവനാണ്, അതും സ്വോദ്ദേശപരമായി ചെയ്യുന്നവനാണ്. അതാണ് അള്ളാഹ് ഹക്കീമാണ് എന്ന് പറയുമ്പോൾ ഹിക്മത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അർത്ഥം അങ്ങനെ വരിക. മറ്റത് ഹുക്കുമുമായി ബന്ധപ്പെട്ടവനാണ്. അള്ളാഹ് ഹക്കീമ എന്ന് പറഞ്ഞാൽ മൻ ലഹുൽ ഹുക്മു വൽ ഹിക്മത്തു. ഹുക്കുമു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സുൽത്താന്, അള്ളാന്റെ അധികാരം, അതിനെക്കുറിച്ച് നമുക്ക് പറയാനില്ല. ഏതൊരു അംശത്തിലും പദാർത്ഥത്തിന്റെ മൗലിക ഗണികമായിട്ടുള്ള ആറ്റത്തിന്റെ ഉള്ളിൽ തൊട്ടിട്ട് ഈ വലിയ പ്രപഞ്ചത്തിൽ എങ്ങാനും എവിടെയും മുഴുവനും അവന്റെ അധികാരമേ നടക്കൂ. അവൻ ഹക്കീമാണ് എന്ന് പറയുമ്പോൾ ഹിക്മത്തുള്ളവനാണ് എന്ന അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അവൻ ഹക്കീമാണ്, സ്വോദ്ദേശപൂർവം ചെയ്യുന്നവനാണ്. അത് തന്നെയും അത് ചെയ്യേണ്ട ഏറ്റവും പെർഫെക്റ്റായ രൂപത്തിൽ, അന്യൂനമായ രൂപത്തിൽ ചെയ്യുന്നവനാണ്. അത് ഏതെല്ലാം കാര്യത്തിൽ? ഫി അഖ്വാലിഹി വഫി അഫ്ആലിഹി വഫി ശർഇഹി വഫി ഖദരിഹി വഫി കുല്ലി ശൈ. അപ്പൊ ഹക്കീമായ അസീസായ അള്ളാഹ് ഒരു വാക്കങ്ങ് പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ എന്തെല്ലാം ഉണ്ട്, ആശയങ്ങളുടെ അടരുകൾ എങ്ങനെയാണ് അതിൽ അടുക്കി വെച്ചിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പൊ കുറച്ച് നീണ്ടുപോയി. നമുക്കൊന്ന് പെട്ടെന്ന് ഇതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കാം. അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ യുഖ്ബിറു തആല അൻ അളമത്തിൽ ഖുർആൻ. യുഖ്ബിറു തആല അൻ അളമത്തിൽ ഖുർആൻ. ഇവിടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്, അഖ്ബറ യുഖ്ബിറു, ഖബർ യുഖ്ബിറു. യുഖ്ബിറുവിന്റെ ഫാഇല് മുസ്തത്തിർ, തഖ്ദീറുഹു ഹുവ, യഊദു ഇലാ ഇസ്മിൽ ജലാല അല്ലാഹ്. പിന്നെ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹിനെ നമ്മൾ വാഴ്ത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് തആല, അവൻ അത്യുന്നതനായിരിക്കുന്നു. ഇശാറത്തൻ ഇലാ ഉലുവ്വിഹി ദാത്തൻ വമഅനൻ. അതൊക്കെ നിങ്ങളെ മനസ്സിൽ വരണം കേട്ടോ. ഇത് ഓരോ തവണ നമ്മൾ പറയുമ്പോ പിന്നെ ഞാൻ പറയേണ്ടി വരരുത്. ഞാൻ പറയാതെ അത് ഞാൻ പറഞ്ഞതിന്റെ മുമ്പ് തന്നെ ഇത് ഇപ്പൊ ഇതാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റണം. യുഖ്ബിറൂന് ശേഷം അവിടെ അള്ളാഹ് എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കണം. യുഖ്ബിറൂന്റെ ഫാഇല് അതിനകത്ത് തന്നെ ഹിഡനായി കിടക്കുന്ന ളമീർ മുസ്തത്തിർ, തഖ്ദീറുഹു ഹുവ, യഊദു ഇലാ ഇസ്മിൽ ജലാല, അള്ളാഹ്ക്കുള്ള പിന്നീടുള്ള തൻസീഹുല്ലാഹ് വ തഖ്ദീസുഹു, അതാണ് തആല. അതേതിലേക്കാണ് സൂചന? ഇശാറത്തൻ ഇലാ ഉലുവ്വിഹി. അള്ളാഹു അലിയാണ്, അവൻ ഉന്നതനാണ്. ഏതർത്ഥത്തിലൊക്കെ? അവൻ സത്താപരമായി ഉന്നതനാണ്, അവൻ ആശയപരമായി ഉന്നതനാണ്. ദാത്തൻ വമഅനൻ. അങ്ങനെയുള്ള അള്ളാഹു അറിയിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നത്? അൻ അളമത്തിൽ ഖുർആൻ, ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അളമ വജലാലത്തി മൻ തകല്ലമ ബിഹി വനസല മിൻഹു. അപ്പൊ ഖുർആന്റെ മഹത്വത്തെ കുറിച്ച് അത് അറിയിക്കുന്നു. അതുപോലെ വജലാല, മഹത്വത്തെ കുറിച്ച് പറയുന്നു. ആരുടെ? മൻ തകല്ലമ ബിഹി. ഇത് ആരാണോ വചിച്ചത് അവന്റെ മഹത്വത്തെ കുറിച്ച് അത് അറിയിക്കുന്നു. ഇതാരാണ് വചിച്ചത്? ഇത് വചിച്ചത് അള്ളാഹുവാണ്. നമ്മൾ ആരും അത് എന്ത് ചെയ്യുന്നില്ല, അത് വചിച്ച ആളല്ല. നമ്മളത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആരൊക്കെ ഖുർആൻ പാരായണം ചെയ്താലും, അത് ഞാൻ ചെയ്താലും, നിങ്ങൾ ചെയ്താലും, അത് മുഹമ്മദ് നബി ചെയ്താലും, അത് ജിബ്രീൽ ചെയ്താലും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്താലും, ആര് ചെയ്താലും നമ്മൾ അള്ളാഹുവിന്റെ വചനത്തെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ഉച്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ കലാമിന്റെ ഉടമസ്ഥൻ, ആ കലാം ആരിൽ നിന്നുള്ളതാണ്? ആ കലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മിൻഹു ബദ വഇലൈഹി യഊദ്. അത് അവനിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെ മടങ്ങാനുള്ളതുമാണ്. അപ്പൊ മൻ തകല്ലമ ബിഹി, അത് വചിച്ചവൻ ഹുവല്ലാഹ്. മൻ തകല്ലമ ബിഹി എന്ന് പറഞ്ഞാൽ മനസ്സിലപ്പോ വരണം ഹുവല്ലാഹ്, അത് അവനാണ്. അത് വചിച്ചവനായ അള്ളാഹുവിന്റെ ജലാല, അവന്റെ ആ മഹത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. യുഖ്ബിറു, എന്തിനെ കുറിച്ച്? അളമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ജലാലത്തി മൻ തകല്ലമ ബിഹി, അള്ളാഹുവിന്റെ ജലാലത്തിനെ കുറിച്ച് ഖുർആനിന്റെ അളമത്തിനെ കുറിച്ച് പറഞ്ഞു. ഖുർആൻ വചിച്ച അള്ളാഹുവിന്റെ ജലാലത്തിനെ കുറിച്ച് പറഞ്ഞു. വനസല മിൻഹു, ഖുർആൻ വചിക്കുക മാത്രമല്ല അവനിൽ നിന്നാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ അവതരിച്ചിട്ടുള്ളത് നസല മിൻഹു, യാതൊരുവനിൽ നിന്ന് ഈ ഖുർആൻ അവതരിക്കുകയും യാതൊരുവൻ ആ ഖുർആൻ വചിക്കുകയും ചെയ്തുവോ അവന്റെ മഹത്വത്തെയും ആ ഖുർആനിന്റെ അളമത്ത്, വലിപ്പത്തെയുമാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. വഅന്നഹു നസല മിനല്ലാഹിൽ അസീസിൽ ഹകീം, വഅന്നഹു, നിശ്ചയമായും അത്, വഅന്നൽ ഖുർആൻ നസല മിനല്ലാഹ്, നമുക്കറിയാം അള്ളാഹുവിൽ നിന്നാണ് അത് ഇറങ്ങിയത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അൽ അസീസുൽ ഹക്കീം. അസീസും ഹക്കീമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൽ എഴുതണം. ആ ഇസ്സത്തിൽ പെട്ടിട്ടുള്ള അർത്ഥങ്ങളാണ്. ഒന്ന് അൽ ഗലബത്തു,
രണ്ടാമത്തേത് അൽ ഖുവ്വത്തു, മൂന്നാമത്തേത് അൽ ഇംതിനാഉ വൽ ഇത്ഖാനു. ഇങ്ങനെയുള്ള ആശയങ്ങളാണ്. ഇതെല്ലാം ഉള്ളവൻ അതാണ് ഇസ്സത്തുള്ളവൻ, അവനാണ് അസീസ്. ഹക്കീം പറഞ്ഞു മല്ലഹുൽ ഹുക്മു വൽ ഹിക്മ. ഹുക്മ്, അള്ളാന്റെ ഹുക്മത്ത് മുകളിലും താഴെയും ഉപരിലോകത്തും കീഴ്ലോകത്തും ഒരുപോലെ, ഏത് ചെറുതിലും ഏത് വലുതിലും അവന്റെ അധികാരത്തിൽ നിന്ന് ഒരാൾക്കും പുറത്തു പോകാൻ കഴിയില്ല. അത്ര വലിയ സുൽത്താനുള്ളവനാണ്, ഹുക്കുമുള്ളവനാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ അത് സ്വദേശപരവും അന്യൂനമായ രൂപത്തിലും, ഒരു കാര്യം അവൻ എന്ത് ചെയ്താലും അത് സ്വദേശപരമാണ്, അന്യൂനമായ രൂപത്തിലാണ്. ഫി അഖ്വാലി വഅഫ്ആലിഹി വഫി ശർഇഹി വഫി ഖദരിഹി. ഐ അല്ലദി വസ്ഫുഹു അൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ്. എന്ന് വെച്ചാൽ അല്ലദി വസ്ഫുഹു, ആ അള്ളാഹുവിന്റെ വസ്ഫ്, അവനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് അൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ്, മുഴു സൃഷ്ടികൾക്കും ഉലൂഹിയ്യത്ത്, മുഴു സൃഷ്ടികളും ഉലൂഹിയ്യത്ത് കൽപ്പിക്കാൻ, ആരാധ്യത വകവെച്ചു കൊടുക്കാൻ, എന്നിട്ട് ആരാധനകൾ നിരന്തരം അവൻ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ തരപ്പെട്ടവനാരോ അങ്ങനെയുള്ളവനാണ്. അവൻ അസീസാണ്, ഹക്കീമാണ്. അപ്പോ അള്ളാണ് അല്ലദീ വസ്ഫുഹു, അവനെ കുറിച്ച് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ള വസ്ഫ്, ആ എല്ലാം പറഞ്ഞെത്തിയാൽ അവസാനത്തിലെ എത്തുന്നത് എന്തിലായിരിക്കും? അത്ര ഹുക്കുമുള്ളവനാണ്, അങ്ങനെയും ഹക്കീമാണ്, അത്ര ഇസ്സത്തുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവന് നിങ്ങൾ വഴിപ്പെട്ടുകൊള്ളണം. അൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ്, ഖൽഖ് മുഴു സൃഷ്ടികൾക്കും ഉലൂഹിയ്യത്ത് വകവെച്ചു കൊടുക്കാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള, ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കണം, ഇബാദത്ത് ചെയ്യണം. മറ്റാർക്കും ആ ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കരുത്, ഇബാദത്ത് കൊടുക്കരുത്. വദാലിക ലിഅളമതിഹി വകമാലിഹി. എന്തുകൊണ്ടാണ് അവന് മാത്രം ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കുന്നത്, അവന്റെ മാത്രം ആരാധ്യത അംഗീകരിക്കുന്നത്, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നത്, മറ്റാർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, മറ്റാരുടെയും ഉലൂഹിയത്ത് വകവെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ലിഅളമതിഹി, അത് അള്ളാന്റെ ആ വലിപ്പം, മഹത്വം, പെരുമ അത് കാരണത്താലാണ്. വകമാലിഹി, അവന്റെ പൂർണ്ണത, അവന്റെ പെർഫെക്ഷൻ കാരണത്താണ്. വൽ ഇസ്സ, അതുപോലെ തന്നെ അവന്റെ ഇസ്സത്ത് കാരണത്താലാണ്. അല്ലത്തി, അവന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഖഹറ ബിഹ, ആ ഇസ്സത്ത് കൊണ്ട് അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അല്ലാഹു ഖഹർ ചെയ്തിട്ടുണ്ട്, അടക്കി വാണിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കുല്ല മഖ്ലൂഖ്, ഏതെങ്കിലും സൃഷ്ടികളല്ല. അൽ ജിബാൽ വസ്സമാവാത്ത് വൽ അർള് പോലുള്ള വലിയ വലിയ സൃഷ്ടികൾ. എന്നാൽ മനുഷ്യൻ, ജിന്ന് പോലെയുള്ള ദുർബലരായ സൃഷ്ടികൾ എല്ലാവരെയും അള്ളാഹു കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. വദല്ല ലഹു, അവന് കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നു. കുല്ലു ഷൈ, എല്ലാ വസ്തുക്കളും. വൽ ഹിക്മ ഫീ ഖൽഖിഹി വ അംരിഹി. അപ്പോ അള്ളാഹ്ക്ക് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ വദാലിക, ഉലൂഹിയത്ത് അള്ളാഹ്ക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അളമത്തിഹി വ കമാലിഹി, ഇസ്സത്ത് കാരണത്താലും, വദല്ല ലഹു കുല്ലു ഷൈ വൽ ഹിക്മ, അതുപോലെ തന്നെ അവന്റെ ഹിക്മത്ത് കാരണത്താലും. ലി അളമത്തിഹി എന്ന് പറഞ്ഞോർത്താണ് വൽ ഹിക്മ ഫീ ഖൽഖിഹി വ അംരിഹി, അയ്മക്കാണ് അത്ഫ് ചെയ്തിട്ടുള്ളത്. അവന്റെ സൃഷ്ടിപ്പിന്റെ കാര്യമാണെങ്കിലും അവന്റെ ഉത്തരവുകളുടെ കാര്യത്തിലാണെങ്കിലും അവന് ഹിക്മത്തുണ്ട്. എല്ലാം സ്വദേശപരമാണ്, എല്ലാം അന്യൂനമാണ്. അവന്റെ സൃഷ്ടിപ്പ് അന്യൂനമാണ്, സ്വദേശപരമാണ്. ഖുർആൻ, ഖുർആൻ, അപ്പോൾ ഖുർആൻ നാസിലുൻ, അത് അവതരിച്ചതാണ്, മിമ്മൻ, ഒരുത്തനിൽ നിന്ന്. ഹാദാ വസ്ഫുഹു, അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് ഇതാണ്. അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് എന്താണ്? അവനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വസ്ഫ് അൽ ഉലൂഹിയ്യത്തു ലിൽ ഖൽഖ്, വദാലിക ലിഅളമതിഹി വകമാലിഹി വൽ ഇസ്സത്തി അല്ലതി ഖഹറ ബിഹാ കുല്ല മഖ്ലൂഖ് വദല്ല ലഹു കുല്ലു ഷൈ വൽ ഹിക്മത്തി ഫീ ഖൽഖിഹി വഅംരിഹി. ഫൽഖുർആനു നാസിലുൻ മിമ്മൻ, ഒരുത്തനിൽ നിന്ന്. ഹാദാ വസ്ഫുഹു. വൽ കലാമു വസ്ഫുൻ ലിൽ മുതകല്ലിം, വചനം എന്ന് പറയുന്നത്, കലാം എന്ന് പറയുന്നത് വസ്ഫുൻ, അതൊരു വിശേഷണമാണ്, അതൊരു സിഫത്താണ്. ആരുടെ വിശേഷണം? ലിൽ മുതകല്ലിം, വചിക്കുന്നവനുള്ള വിശേഷണമാണ്. അപ്പൊ കലാം എന്ന് പറഞ്ഞാൽ ദാത്തിയായ ഒരു സിഫത്താണ്. ആ സിഫത്തുള്ള ഒരുത്തിന് മാത്രമേ മുതകല്ലിം, വചിക്കുന്നവനാകാൻ പറ്റൂ. അപ്പൊ അള്ള വചിക്കുന്നു, അള്ള സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ലഹു സിഫത്തുൽ കലാം വഹുവ മുത്തസിഫുൻ ബിസിഫത്തിൽ കലാം. വൽ വസ്ഫു യത്തബിഉ അൽ മൗസൂഫ്, അല്ലെങ്കിൽ യത്ബഉൽ മൗസൂഫ്, ഒരു വിശേഷണം
ആരെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മൗസൂഫ് വിശേഷിപ്പിക്കപ്പെടുന്നവനെ ഫോളോ ചെയ്യുന്നു. ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഹുവല്ലാഹ്. എന്ത് വിശേഷണമാണ് കൊടുക്കുന്നത്? അൽ കലാമാണ്. അപ്പോ കലാം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഫോളോ ചെയ്യുന്നു, അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹുവിനെ വിശേഷിപ്പിക്കാനുള്ളതാണ്. ഫകമ അന്നല്ലാഹ തആല ഹുവൽ കാമിലു മിൻ കുല്ലി വജ്ഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവൽ കാമിൽ, അവനാണ് പൂർണ്ണൻ. മിൻ കുല്ലി വജ്ഹ്, എല്ലാ വിധേനയും, എല്ലാ മുഖത്തിലൂടെയും, എല്ലാ രൂപത്തിലൂടെയും, സർവ്വവിധേനയും കാമിലായിട്ടുള്ളവൻ അല്ലാഹു ആയതുപോലെ അല്ലദീ ലാ മസീല ലഹു, അല്ലദീ ലാ മസീല ലഹു, അവന് ഒരു മിസിലില്ല, സമശീർഷനായിട്ട് അള്ളാഹ്ക്ക് ആരുമില്ല, അള്ളാഹ്ക്ക് ഒപ്പം വെക്കാവുന്ന ഒരാളില്ല, അള്ളാഹ്ക്ക് നിദ്ദില്ല, മതീലില്ല, കുഫ് ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈ ഫകദാലിക കലാമുഹു, അതുപോലെ തന്നെയാണ് അള്ളാന്റെ കലാമും. അത് അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അവന്റെ വചനം കാമിലുൻ മിൻ കുല്ലി വജ്ഹ്, അത് സമ്പൂർണമാണ്, പെർഫെക്റ്റ് ആണ്, കുറ്റം തീർന്നതാണ്, അന്യൂനമാണ്, എല്ലാ വഴിയിലും സർവ്വവിധേനയും. ലാ മസീല ലഹു, അവന്റെ വചനത്തിനും തുല്യതയുണ്ടാവില്ല, അവന്റെ ഇതിനും തുല്യമായിട്ട് സമശീർഷമായി തുല്യമായ മറ്റൊരു കലാമ് വേറെ ഉണ്ടാവില്ല. ഫഹാദ വഹ്ദഹു, ഇത് തന്നെ മാത്രം കാഫിൻ മതി ഫി വസ്ഫിൽ ഖുർആൻ. ഖുർആനെ കുറിച്ച് വർണ്ണിക്കാൻ തോനൊന്നും പറയേണ്ടതില്ല. ഖുർആൻ കലാമുല്ലാഹ്, അള്ളാന്റെ കലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൽ വസ്ഫു താബിഉൻ ലിൽ മൗസൂഫ്, അള്ളാഹു കാമിലാണെങ്കിൽ അവന്റെ കലാമും കാമിലാണ്. ലാ മസീല ലഹു, അതിന് തുല്യതയില്ല. അപ്പൊ കിടയറ്റ തുല്യതയില്ലാത്ത വചനമാണ് അള്ളാഹുവിൻ്റെത്. ദാലുൻ അലാ മർത്തബത്തി, അത് തന്നെ മതി ഖുർആനിന്റെ മർത്തബ, അതിന്റെ ഗ്രേഡ്, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, തുടരാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻഷാ അള്ളാഹ് അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ പൂർത്തീകരിക്കാം, ഒന്നും കൂടി അവിടുന്ന് വായിക്കാൻ ചെയ്യാം. ഇതില് നമുക്ക് ഈ രണ്ട് സിഫത്തുകളാണ് കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, അൽ അസീസ്, അൽ ഹക്കീം. പിന്നെ ആ വാചകത്തിന്റെ ഗ്രാമറും കൂടി ഒന്ന് നോക്കിപ്പോകണം. ഹാദാ തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ അതിനർത്ഥം പറയാം. അപ്പോ തൻസീലു എന്ന് പറയുന്നത് ഖബറായിരിക്കും, അത് ഹാദ എന്നുള്ള മഹദൂഫായ മുബ്തദയുടെ ഖബറായിരിക്കും, അല്ലെങ്കിൽ തൻസീലിനെ മുബ്തദയായിട്ട് കണക്കൂട്ടാം. ഫറാ നഹാസ് പോലുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. തൻസീലുൽ കിതാബ്, ഖുർആനിന്റെ അവതരണം എന്ന് പറയുന്നത് മിനല്ലാഹ്, മിനല്ലാഹ് എന്നുള്ള ജാർ വ മജ്റൂർ അതിനെ ഖബറായിട്ട് കണക്കാക്കാം. പിന്നെ അള്ളാഹ്ക്കുള്ള വിശേഷണമായി അവന്റെ രണ്ട് നാമങ്ങൾ കൊടുത്തു, അൽ അസീസുൽ ഹക്കീം, അസീസു ഹക്കീമും പറയണം. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള സിഫാത്തുകൾ അല്ലെങ്കിൽ അസ്മാകൾ വരുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറബി വാക്കുകൾ കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും പറ്റണം. അൽ അസീസ് എന്ന് പറഞ്ഞാൽ ആ ഇസ്സത്തിന്റെ മഅന എന്തൊക്കെയാണ്? അൽ ഗലബ വൽ ഖുവ്വ വൽ മൻഅ വൽ ഇത്ഖാൻ. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ മൻ ലഹുൽ ഹുക്മു വൽ ഹിക്മത്തു. ഹുക്മു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്മ ഫീ ഖൽഖിഹി അജ്മഈൻ. ഹുക്മ എന്ന് പറഞ്ഞാൽ, ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വദേശപരമായിരിക്കണം. രണ്ടാമത്തേത് അത് ന്യൂനതകൾ തീർന്ന കുറ്റമറ്റതായിരിക്കണം. അത് ഏതെല്ലാം കാര്യത്തിൽ? ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ ഫി ശർഇഹി വ ഫി ഖദരിഹി. അറബി നമ്മൾ നോക്കുന്നത് കൊണ്ട് ഈ രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാനും പറയേണ്ട സമയത്ത് പറയാനും കിട്ടിയാൽ തഫ്സീർ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ്. വബിഹാദൽ ഖദ്രി അക്തഫിൽ യൗം. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം أن يتولانا جميعا في الدنيا والآخرة إنه سميع قريب مجيب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.